السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, എന്നിട്ടിൻ്റെ പ്രൗഢമായ വേദിയിലാണ് എനിക്ക് നിങ്ങളോട് പ്രതിപാദിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്ത് നഈമിൽ ഇതുപോലെ നാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വർത്തമാനകാലത്ത് നമ്മെ ഏറെ അതിശയിപ്പിക്കുന്നതും അതിലേറെ ഭീതിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. 1950കളിൽ വില്യം ഫെയ്ലറും അലൻ ട്യൂറിങ്ങും മറ്റു ചില ശാസ്ത്രജ്ഞരും മുന്നോട്ട് വെച്ചൊരാശയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. തുടർന്നുള്ള 6 വർഷങ്ങളെ നീണ്ട ചർച്ചകൾക്ക് ശേഷം 1956 ഡാർട്ട്മൗത്ത് എന്ന് പറയുന്ന കോൺഫറൻസിൽ വെച്ച് ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചമെന്ന് ജനങ്ങളോട് സൂചിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പരിണാമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? നിർമ്മിത ബുദ്ധി എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻ. മനുഷ്യന് പ്രകൃതിപരമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ അനാലിസിസ്, അതുപോലെ മനുഷ്യൻ്റെ പ്രകൃതിപരമായിട്ടുള്ള തന്ത്രം, ആലോചന, ചിന്തിക്കുക, ഇതെല്ലാം സാങ്കേതിക രീതിയിൽ ഒരു ഉപകരണത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അനുകരിക്കുക എന്നത് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ? മനുഷ്യൻ്റെ മിത്രബുദ്ധിയുള്ള ഒരു ഉപകരണത്തെ അല്ലെങ്കിൽ ഒരു റോബോയെ നിർമ്മിക്കുക എന്നത് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത്. സ്വയം സംവേദന, പ്രവർത്തന, സേവന മേഖലകളിൽ മനുഷ്യനെ പോലെ ഒരു റോബോയെ നിർമ്മിക്കുക എന്നതാണ് AI-യുടെ ലക്ഷ്യം. മനുഷ്യനെ AI പുത്തൻ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ AI ഒരുപാട് സാധ്യതകൾ മനുഷ്യന് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊരു ഹോട്ടലുകളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഹോട്ടലുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ അത് കൊണ്ടുപോയി ഒരു കസ്റ്റമേഴ്സിന് കൊണ്ടു കൊടുക്കുന്നത് വരെ ഒരു AI റോബോയായി മാറിയിരിക്കുന്നു. AI ഒരുപാട് സാധ്യതകൾ ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് നമ്മൾ ചാറ്റ് ബോട്ടുകൾ, ആപ്പുകൾ ഇന്ന് നമുക്ക് ഒരുപാട് ലഭ്യമാണ്. ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും വാട്സപ്പും അതുപോലെ ChatGPT അടക്കമുള്ള ഒരുപാട് ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ എന്ത് മസാലകളിലായാലും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള എന്ത് സംശയമായാലും അത് നമുക്ക് ആ ചാറ്റ് ബോട്ടുകളിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് റിപ്ലൈ തരും. അതിൻ്റെ എന്ന് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ അബൌട്ട് എല്ലാം നമുക്ക് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് റിപ്ലൈ തരും. ഇന്ന് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, അതുപോലെ തന്നെ വിനോദ മേഖലകളിൽ, ഗതാഗത മേഖലകളിൽ, കസ്റ്റമേഴ്സിൻ്റെ സേവന മേഖലകളിലെല്ലാം ഇന്ന് AI സുപരിചിതമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ AI വർത്തമാനകാലത്തെ സമൂഹത്തിന് ഒരുപാട് സാധ്യതകളാണ് വീണ്ടും വീണ്ടും നൽകുന്നത്. മനുഷ്യനെ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് AI വന്നതോടുകൂടി മനുഷ്യൻ്റെ തൊഴിലില്ലായ്മ നഷ്ടപ്പെടുകയാണ്, തൊഴിലിന് അവസരങ്ങൾ ലഭിക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് മാറേണ്ട അവസ്ഥ വരികയാണ്. അതുപോലെ സ്വതന്ത്ര ചിന്തയില്ലായ്മ വരികയാണ്. മനുഷ്യർക്കൊന്നും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല AI. അതെല്ലാം ഇന്ന് AI സംവിധാനങ്ങളുടെ കൈകളിലായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ പ്രൈവസിയായിട്ടുള്ള ഡാറ്റയും പ്രൈവസിയായിട്ടുള്ള സുരക്ഷയും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം AI-യുടെ ലോകം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1780കളിലേക്കും 1850-നും ഇടയിൽ ബ്രിട്ടനിലെ വ്യവസായിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടായ വിപ്ലവമാണ് വ്യവസായിക വിപ്ലവം. എന്നാൽ 1750-കൾക്ക് പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ കഷ്ടപ്പാടായിരുന്നു. അവിടെ വസ്ത്രങ്ങൾ നെയ്തെടുക്കാനും അതുപോലെ ഉപകരണങ്ങൾ നിർമ്മിക്കാനും വളരെ ദൈർഘ്യമേറിയ സമയം പിടിച്ചിരുന്നു. എന്നാൽ വ്യവസായിക വിപ്ലവം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലോകത്തുണ്ടാവുകയാണ്. അത് തന്നെയാണ് 2024 ഈ യുഗം അവസാനിക്കാനിരിക്കുമ്പോഴും AI ടെക്നോളജി ഒരു വലിയ വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുകയാണ്. AI എന്നത്
നമ്മൾ ചിന്തിക്കുന്നത് മാത്രമല്ല, AI ചിന്തിക്കുന്നത് മാത്രമായി AI നമുക്ക് നൽകുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നതും മനുഷ്യനെ ഒന്നും കൂടി പ്രാപ്തമാക്കാനും AI മനുഷ്യനെ ഒന്നും കൂടി സ്മാർട്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.